نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اتقوا الله عباد الله. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടുന്ന യഥാർത്ഥ മുവഹ്ഹിദീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുഖ്ലിസീങ്ങളിൽ, സ്വാലിഹീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ ദുൽഹിജ്ജ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പവിത്ര മാസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും വളരെ വിശദമായി കഴിഞ്ഞ ഖുതുബയിലൂടെ വിശദീകരിക്കുകയുണ്ടായി. അതടിസ്ഥാനത്തിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിക്കേണ്ട, മുന്നേറേണ്ട
സമയവും സന്ദർഭവുമാണെന്ന് ബോധ്യം നമ്മളിൽ ഉണ്ടാകണം. നമ്മളാൽ കഴിയുന്ന ഇബാദത്തുകൾ ഇൻഷാ അല്ലാഹ് നമ്മൾ അധികരിപ്പിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അതിശക്തമായ മഴ തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വർഷിച്ചുകൊണ്ടിരിക്കുന്ന കനത്ത മഴയിൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും പലയിടങ്ങളിലൊക്കെ പ്രളയമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നിരന്തരമായി അവധി പ്രഖ്യാപിക്കപ്പെടുന്നു. നമുക്ക് ആകാശത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് പെയ്തിറക്കുന്ന മഴ, ആ മഴക്ക് മനുഷ്യനോട് ചില കാര്യങ്ങൾ ഉണർത്താനുണ്ട്. 2 മാസം മുമ്പത്തെ അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. റമദാനിലെ നോമ്പടക്കം കഠിന ചൂട് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു നമ്മളെല്ലാവരും. ആ വറ്റി വരണ്ടുപോയ ഭൂമിയെ, നിർജീവമായ ഭൂമിയെ സജീവമാക്കിയ, ചൂടിനെ തണുപ്പാക്കി മാറ്റുന്ന പ്രതിഭാസം നൽകാൻ കഴിവുള്ളവൻ നമ്മെ സൃഷ്ടിച്ച റബ്ബ് മാത്രമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു വിഷയത്തിലും എന്ന പോലെ മഴയിലും ചില ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. വിശുദ്ധ ഖുർആൻ 30 തവണയാണ് മഴയെ കുറിച്ച് സൂചിപ്പിച്ചത്. അതിന് അല്ലാഹു പരിചയപ്പെടുത്തുന്നത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പല സ്ഥലങ്ങളിലൂടെ റബ്ബ് പല അനുഗ്രഹങ്ങളെ കുറിച്ചും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, സൂര്യചന്ദ്രന്റെ സൃഷ്ടിപ്പ്, രാവും പകലും മാറി മാറി വരുന്ന പ്രതിഭാസങ്ങൾ. അങ്ങനെ അല്ലാഹു മറ്റൊരു സ്ഥലത്ത് സൂചിപ്പിക്കുന്നു, വമിൻ ആയാതിഹി യുരീകുമുൽ ബർഖ ഖൗഫൻ വതമഅ, ഭയവും ആശയും ഉളവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മിന്നൽ നൽകുന്നവനാകുന്നു അല്ലാഹു. അത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ് മിന്നൽ. എന്നിട്ട് പറഞ്ഞു വയുനസ്സിലു മിനസ് സമാഇ മാഅ, ആകാശത്ത് നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വെള്ളം നൽകുന്നതും അവന്റെ അനുഗ്രഹമാണ്, ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, അത് മേഘപാളികളിൽ നിന്ന് നാം ആണോ ഇറക്കി തരുന്നത്, അതല്ല മറ്റൊരാളാണോ? ലൗ നശാഉ ജഅൽനാഹു ഉജാജ, വേണമെങ്കിൽ അതിനെ ഉപ്പുരസമുള്ളതാക്കി മാറ്റുമായിരുന്നു ഉറപ്പ്. ആകാശത്തിൽ നിന്ന് നാം സ്വീകരിക്കുന്ന മഴത്തുള്ളിയുടെ ടേസ്റ്റ്, രുചി ഉപ്പാണെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ലൗ നശാഉ ജഅൽനാഹു ഉജാജ, അല്ലാഹു ഉദ്ദേശിച്ചാൽ അതിനെ ഉപ്പുരസമാക്കുമായിരുന്നു. പക്ഷേ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ തുഹൂറ, ആ ആകാശത്തിൽ നിന്ന് ശുദ്ധിയാർന്ന മഴയെ അല്ലാഹു നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വനസ്സൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, മറ്റൊരിടത്ത് പറഞ്ഞു അനുഗ്രഹിക്കപ്പെട്ട മഴയാണത്. നോക്കൂ, ആ ചൂടുകാലം കഴിഞ്ഞ് ഒരുപാട് പ്രയാസപ്പെട്ട് നിരാശപ്പെട്ട് സ്വലാത്തുൽ ഇസ്തിസ്ഖായിലൂടെ അല്ലാഹുവിന് വേണ്ടി നമസ്കരിച്ച് പ്രാർത്ഥിച്ച് അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴ നമ്മിൽ പെയ്തിറങ്ങി. ഖുർആൻ ചോദിക്കുന്നുണ്ട്, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, വറ്റി വരണ്ടു പോയ ഭൂമിയിലേക്ക് വീണ്ടും ആ വെള്ളത്തെ നൽകുന്നവൻ ആരാണ്? അത് നമ്മെ സൃഷ്ടിച്ച റബ്ബ് മാത്രമാണ്. ആ റബ്ബിന്റെ പ്രത്യേകത എന്തെന്നറിയോ? നമ്മളെല്ലാം നിരാശപ്പെട്ടതിന് ശേഷം,
വെള്ളമില്ലാതെ കഷ്ടപ്പെട്ട് ചൂട് സഹിച്ച് പ്രയാസപ്പെട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നീണ്ട നിരാശയ്ക്ക് ശേഷം നിങ്ങൾ അനുഗ്രഹിച്ചവനാണ്. അതുപോലെ തന്നെ മഴയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അറിയേണ്ടത്, ഹുദൈബിയയിൽ ഒരിക്കൽ മഴ പെയ്ത രാത്രിക്ക് ശേഷം രാവിലെ സുബ്ഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ഹൽ തദ്റൂന മാദാ ഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? അസ്ബഹ മിൻ ഇബാദി മുഅ്മിനുൻ ബി വ കാഫിറുൻ, എന്റെ അടിമകളിൽ ചില ആളുകൾ നേരം പുലരുന്ന സമയത്ത് വിശ്വാസികളാണ്, ചിലർ അവിശ്വാസികളാണ്. വിശ്വാസികളാരാ? മുതിർന ബിഫദ്ലില്ല, അവര് പറയും അല്ലാഹുവിന്റെ ഫദ്ല് കൊണ്ട്, ഔദാര്യം കൊണ്ടാണ് ഞങ്ങൾക്ക് മഴ ലഭിച്ചത്. നേരം പുലരുന്ന സമയത്ത് അവിശ്വാസികളാകുന്ന ആളുകളാരാ? അവര് പറയും ബിനൗഇൻ കദാ വ കദാ, ഇന്ന ഇന്ന കാരണം കൊണ്ടാണ് ഈ മഴ ഞങ്ങൾക്ക് നൽകിയത്. ഇപ്പൊ നമ്മുടെ നാട്ടിലും ആളുകൾ പറയാറുണ്ട്, കർക്കിട മാസമായതുകൊണ്ടാണ് മഴ പെയ്യുന്നത്, ഞാറ്റുവേല കൊണ്ടാണ്, ചില നക്ഷത്രങ്ങൾ കാരണമാണ് മഴ നൽകുന്നത് എന്ന് വിശ്വസിക്കുന്ന, വിശ്വാസം പിൻപറ്റുന്ന, സ്വീകരിക്കുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള വിശ്വാസമുള്ള ആളുകൾ നേരം പുലരുന്ന സമയത്ത് അവിശ്വാസികളാണ്. ആ സമയത്ത് മുതിർന ബിഫദ്ലില്ല, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടാണ് മഴ ലഭിച്ചത് എന്ന് പറയുന്ന ആളുകളാണ്. മഴ അല്ലാഹു മാത്രമാണ് നൽകുന്നവൻ, അത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണെന്ന് പറയുന്നവനാണ് വിശ്വാസി എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിക്കുകയാണ്. ഇനി സഹോദരങ്ങളെ, മഴ എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇഹലോക ജീവിതത്തെ ഉദാഹരണമാക്കിയിട്ടുണ്ട് ഖുർആൻ. വിശുദ്ധ ഖുർആനിലൂടെ സൂറത്തുൽ ഹദീദിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട്, യഅലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഅബുൻ വലഹുൻ വസീന വതഫാഖുറുൻ ബൈനകും വതകാസുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. മനുഷ്യരെ, നിങ്ങൾ അറിയണേ, ഇഹലോക ജീവിതം എന്നത് കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മക്കളിലും സ്വത്തിലും നിങ്ങൾ പരസ്പരം അഹങ്കരിക്കലാണ്, പെരുമ നടിക്കലാണ്. എന്നിട്ട് ഖുർആൻ ഉപമിക്കുന്നത്, കമസലി ഗൈസിൻ അഅജബൽ കുഫാറ നബാതുഹു ثم يهيج فتراه مصفرا ثم يكون حطاما. ഭൂമിയിലേക്ക് മഴയങ്ങ് പെയ്തിറങ്ങുകയാണ്. ആ മഴ മുഖേന ഒരുപാട് സസ്യങ്ങൾ ഭൂമിയിൽ നിന്ന് മുളച്ചു പൊങ്ങുമ്പോ ആ കൃഷി കണ്ട്, സസ്യം കണ്ട് കൃഷിക്കാരൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഇതെന്തൊരു അത്ഭുതമാണ്! അല്ലാഹുവിന്റെ കഴിവിനെ കുറിച്ച് ഓർക്കുകയാണ്. ഫതറാഹു മുസ്ഫറൻ ثم يكون حطاما. അങ്ങനെ ആർക്കും വേണ്ടാത്ത തുരുമ്പായിക്കൊണ്ട്, ആ വൈക്കോൽ തുരുമ്പായിക്കൊണ്ട് ഭൂമിയിലേക്ക് അവശേഷിച്ചു പോകും ആ സസ്യങ്ങളെല്ലാം. അതുപോലെ മനുഷ്യന്റെ ചെറുപ്പം കഴിഞ്ഞ്, ബാല്യം കഴിഞ്ഞ്, യുവത്വം കഴിഞ്ഞ്, കൗമാരം കഴിഞ്ഞ്, വാർദ്ധക്യം കഴിഞ്ഞ് മണ്ണിലേക്ക് ലയിച്ചു ചേരുന്ന തുച്ഛമായ കാലഘട്ടമാണ് മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത്, അവന്റെ ജീവിതം എന്ന് പറയുന്നത്. ആ മഴയെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതത്തോട് ഉപമിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലൂടെ റബ്ബ് പറയാം, വദരിബ് ലഹും മസലൽ ഹയാത്തിദ് ദുനിയാ. പ്രവാചകരെ, ഐഹിക ജീവിതത്തിന്റെ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. കമാ ഇൻസൽനാഹു മിനസ് സമാഇ ഫഖ്തലത ബിഹി നബാതുൽ അർദ് ഫഅസ്ബഹ ഹശീമൻ തദറൂഹു റിയാഹ്. ഭൂമിയിലേക്ക് അല്ലാഹു മഴ പെയ്തിറക്കുകയാണ്. ആ മഴ മുഖേന സസ്യങ്ങൾ ഇടതൂർന്ന് വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം താമസിയാതെ കാറ്റുകൾ പറത്തിക്കളയുന്ന തുരുമ്പായി തീരുന്നതാണ്. അതുപോലെ മനുഷ്യൻ മണ്ണിലേക്ക് ലയിച്ചു ചേരും. ആർക്കും വേണ്ടാത്ത തുരുമ്പായിക്കൊണ്ട് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മണ്ണിനാൽ അവസാനിച്ചു പോകുന്ന ഒരു ഘട്ടം ജീവിതത്തിൽ നമുക്ക് വരാനുണ്ട്.
ആ മഴ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഇഹലോക ജീവിതത്തെയാണ്. മാത്രമല്ല മറ്റൊരു സ്ഥലത്ത് ഈ മഴയെ കുറിച്ച് അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അല്ലാഹുവാണ് കാറ്റെന്ന സംവിധാനത്തെ ഏർപ്പെടുത്തിയത്. ഓരോ സ്ഥലങ്ങളിലേക്കും കാറ്റിനെ ശിക്ഷയായും അനുഗ്രഹമായും അയക്കുന്നവൻ അല്ലാഹുവാണ്. ഫതുസീറു സഹാബൻ, ആ കാറ്റ് മേഘപാളികളെ ഇളക്കി വിടുന്നു. ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്, എന്നിട്ട് ആ കാറ്റ് മേഘത്തെ നിർജീവമായ നാടുകളിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നു. ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേ നമ്മുടെ നാട് നിർജീവമായ അവസ്ഥയായിരുന്നു, വരൾച്ചയായിരുന്നു, ചൂടായിരുന്നു, പ്രയാസമായിരുന്നു. ഫസുഖ്നാഹു ഇലാ ബലദിൻ മയ്യിത്, ആ നിർജീവമായ നമ്മുടെ മണ്ണിലേക്ക് അല്ലാഹു മേഘത്തെ അയച്ചു. ഫഅഹ്യാനാ ബിൽ അർള ബഅദ മൗതിഹാ, അതിനുശേഷം മഴ മുഖേന അല്ലാഹു ആ ഭൂമിയെ സജീവമാക്കുന്നു. എന്നിട്ട് റബ്ബ് പറയാണ് കദാലികൻ നുശൂർ, അതുപോലെയാണ് മനുഷ്യരെ നിങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്ന ജീവിക്കുന്ന ഈ ലോകമല്ല യഥാർത്ഥ ജീവിതം. മരണത്തിന്റെ തീയതി അല്ലാഹു നിങ്ങളുടെ ജീവിതത്തിൽ കുറിച്ചിട്ടുണ്ടെങ്കിൽ, ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്നാണ് സംഭവിക്കുന്നതെങ്കിൽ, ഇന്നത്തോടുകൂടി ഒരു പുതിയ ജീവിതത്തെ നമ്മൾ അറിയും. വിശ്വാസിയാണെങ്കിൽ അവന്റെ ജീവിതം സംതൃപ്തകരമായിരിക്കും, അവിശ്വാസിയാണെങ്കിൽ അവന്റെ ജീവിതം ദുഷ്കരമായിരിക്കും. അങ്ങനെ ഒരു ലോകം നമുക്ക് വരാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി നമുക്ക് വിശദീകരിച്ചു തന്നു. അല്ലാഹു പറയുന്നു ഫീ ഫിസ്സൂരി ഫസഇഖ മൻ ഫിസ് സമാവാതി വൽ അർദ്, സൂറന്ന കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസമുണ്ട്. ആകാശഭൂമികളിലുള്ളതെല്ലാം ചലനമറ്റതായി തീരും. ഇല്ലാ മൻ ശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതൊഴികെ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരണത്തിന്റെ രുചി ആസ്വദിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം, അല്ലാഹുവിന്റെ മുഖമൊഴിച്ച് എല്ലതും നശിച്ചു പോകുന്ന ഒരു ദിവസം വരാനുണ്ട്. എന്നാൽ ثم نفخ في أخرى, വീണ്ടും കാഹളത്തിൽ ഊതപ്പെടുമ്പോൾ فإذا هم قيام ينظرون, എല്ലാവരും എണീറ്റ് നിൽക്കും. അത് പ്രവാചകൻ പറഞ്ഞു ഫതൻബുതുൽ അജ്സാദു കസ്സറഅ, മഴ ഭൂമിയിലേക്ക് ഇറങ്ങിയാൽ ആ മഴ മുഖേന സസ്യങ്ങൾ മുളച്ചു പൊങ്ങുന്നത് പോലെ രണ്ടാമത്തെ ഊത്തോടു കൂടിയിട്ട് അജ്സാദുകൾ, ശരീരങ്ങൾ മണ്ണിൽ നിന്ന് കൃഷി പൊങ്ങുന്നത് പോലെ മുളച്ചു വരുന്ന ഒരു ദിവസം വരാനുണ്ട്, ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം. അതാണ് ഖുർആൻ പറഞ്ഞത് കദാലികൻ നുശൂർ. ആ മഴ നമുക്ക് ഒരു അനുഗ്രഹമാണ്. പക്ഷേ മഴയിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ആ മഴ ശിക്ഷയാകാം. അനുഗ്രഹമായി പെയ്തിറങ്ങുന്ന മഴയെ ശിക്ഷയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് റബ്ബ്. നോക്കാം, മഴ പെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ പ്രാർത്ഥിക്കും, അല്ലാഹുവേ ഇനി മഴ പെയ്യിപ്പിക്കണേ. അതേ സ്ഥാനത്ത് അതേ നാട്ടിൽ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? മഴ പെയ്യിപ്പിക്കല്ല റബ്ബേ. ആ മഴ ചില ആളുകൾക്ക് അനുഗ്രഹമാണ്, ചില ആളുകൾക്ക് പ്രയാസമാണ്. സ്വന്തം താമസിക്കുന്ന വീടുകളിൽ വെള്ളം കയറി അഭയാർത്ഥി ക്യാമ്പുകളിൽ ആശ്വാസം തേടുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ. വീട് വിട്ടു പോകേണ്ടി വരുന്നു, അവന്റെ കച്ചവടം നഷ്ടപ്പെടുന്നു, ഒരുപാട് പ്രതിസന്ധികൾ ആളുകൾ നേരിടുന്നുണ്ട്. ആ മഴയെ ശിക്ഷയാക്കി മാറ്റാൻ കഴിവുള്ളവനാണ് റബ്ബ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത നിങ്ങൾക്കറിയുമോ? തൗഹീദ് പ്രബോധനം ചെയ്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തു. നാട്ടുകാർ സ്വീകരിച്ചില്ല. വളരെ തുച്ഛം ആളുകൾ മാത്രം നൂഹ് നബി അലൈഹിസ്സലാമിൽ വിശ്വസിച്ചു. കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. ആളുകൾ കളിയാക്കി, വെള്ളമില്ലാതെ മഴ പെയ്യാത്ത ഈ സ്ഥലത്ത് എങ്ങനെ നീ കപ്പലുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കളിയാക്കി. പക്ഷേ അവിടെ ഉറവുകൾ പൊട്ടി പൊട്ടി ഒഴുകി ജ്യോതി പർവ്വതം വരെ
വെള്ളം വരുമാറ് ആ സമൂഹത്തെ അല്ലാഹു ശിക്ഷിച്ചു, നശിപ്പിച്ചു കളഞ്ഞു. ആ വെള്ളം കൊണ്ട് ആ വെള്ളത്തെ അല്ലാഹു ശിക്ഷയാക്കി കളയും. അതുപോലെ തന്നെ ശുദ്ധമായ വെള്ളത്താൽ അനുഗ്രഹീതമായിരുന്ന സബഅ ഗോത്രം, സബഅ ആ നാടിനെ വെള്ളം കൊണ്ട് തന്നെ അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ട്. തങ്ങൾ പണിത മഹാരി പണക്കെട്ട് പൊട്ടി ആ ജനത അഭിമുഖീകരിച്ച ഭൗതിക നാശത്തിന്റെ ചിത്രം വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന തിന്മയായിരുന്നു സ്വവർഗരതി. ആ നാടിനെ അല്ലാഹു ശിക്ഷിച്ചത് എങ്ങനെയാ? വഅംതർനാ അലൈഹിം ഹിജാറതൻ മിൻ സിജ്ജീൽ, ചെരൽ കല്ലുകൾ കൊണ്ടുള്ള മഴയെ അല്ലാഹു ആ നാട്ടിലേക്ക് അയച്ചു, ആളുകളെ ശിക്ഷിച്ചു. അനുഗ്രഹമാകുന്ന മഴയെ ശിക്ഷയാക്കാൻ കഴിവുള്ളവനാണ് റബ്ബ് എന്ന യാഥാർത്ഥ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാഹുവിന് നമ്മൾ ശുക്ർ ചെയ്യാം. എങ്ങനെയെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾക്ക് ഒരുപാട് ഒട്ടനവധി അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുണ്ട്. ആ നൽകിയ അനുഗ്രഹങ്ങൾക്ക് ലഇൻ ശകർതും, നിങ്ങൾ നന്ദി കാണിച്ചാൽ, ലഅസീദന്നകും, നിങ്ങൾക്ക് ഞാൻ അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു തരുന്നതാണ്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഓർത്തുകൊണ്ട് അല്ലാഹുമ്മ ലക്കൽ ഹംദു വശുക്ർ, അല്ലാഹുവേ നിനക്കാണ് സ്തുതിയും അതുപോലെ തന്നെ നന്ദിയും. ആ റബ്ബിനോട് നമ്മൾ നന്ദി കാണിച്ചാൽ ലഅസീദന്നകും, നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകും. പക്ഷേ വലഇൻ കഫർതും, നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നതെങ്കിൽ, ഇന്ന അദാബീ ലശദീദ്, എന്റെ ശിക്ഷ കഠോരമായിരിക്കും. ഒട്ടനവധി അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടും നാം അടക്കമുള്ള ആളുകൾക്ക് നൽകിയിട്ടും, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്, മനുഷ്യൻ അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനാണ്. എത്ര അനുഗ്രഹം നൽകിയാലും മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാ, അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കും. ഫഇദാ ലം യുഷ്കർ ഖലബഹ അലൈഹിം അദാബ, അല്ലാഹു നൽകിയ അനുഗ്രഹത്തെ ആരെങ്കിലും നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ അതിനെ ശിക്ഷയാക്കി അല്ലാഹു മാറ്റിക്കളയും എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, മഴ എന്ന് പറയുന്നത് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ്. നേരത്തെ പറഞ്ഞതുപോലെ ലൗ നശാഉ, ഞാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിനെ ഉപ്പുരസമുള്ളതാക്കുമായിരുന്നു. എന്നാൽ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറക മാഅൻ തുഹൂറ, അനുഗ്രഹിക്കപ്പെട്ട തെളിമയാർന്ന ശുദ്ധിയുള്ള വെള്ളത്തെ നൽകിയിട്ടുണ്ട് എന്ന് റബ്ബ് നമ്മളോട് തന്നെ പറയാം. ആ ഭൂമിയിൽ നിന്ന് വെള്ളം വരണ്ടു പോയാൽ ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഹീൻ, അല്ലാഹു അല്ലാത്ത ഒരാൾക്കും ആ മഴയെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമല്ല. ഇന്ന നക്ഷത്രം കൊണ്ടാണ് മഴ പെയ്യുന്നത്, ഞാറ്റുവേല കൊണ്ടാണ് മഴ പെയ്യുന്നത്, കാലാവസ്ഥക്കാരന്റെ അനുമാനം കൊണ്ടാണ്, പ്രവചനം കൊണ്ടാണ് മഴ പെയ്യുന്നത് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ, അങ്ങനെയെല്ലാം വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, രാവിലെ ആകുമ്പോൾ അവിശ്വാസികളായിട്ടാണ് എണീക്കുന്നത്. വിശ്വാസികളുടെ പ്രത്യേകത മുതിർന്ന ബിഫദ്ലില്ല, എല്ലാം നൽകുന്നത് എന്നെ സൃഷ്ടിച്ച റബ്ബാണ്. അവർ വിശ്വാസികളായിട്ടായിരിക്കും രാവിലെ എണീക്കുക. അതുകൊണ്ട് റബ്ബ് നമുക്ക് ചെയ്ത അനുഗ്രഹം, അത് മഴയാണെങ്കിലും മറ്റേത് അനുഗ്രഹങ്ങളാണെങ്കിലും അതിന് നന്ദി കാണിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുക. അല്ലാഹു ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹമായ മഴയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. അതിന്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസ്ബുദ് ദഹർ, നിങ്ങൾ കാലത്തെ ഒരിക്കലും കുറ്റം പറയരുത്. അനദ്ദഹർ, ഞാൻ കാലമാണ് അല്ലാഹു പറയും. നല്ല ചൂടുള്ള സമയത്താണെങ്കിൽ ആ കാലാവസ്ഥയെ കുറ്റം പറയുന്ന ആളുകളുണ്ട്, ഇത് എന്തൊരു ചൂടാണ്. നല്ല മഴ പെയ്യുമ്പോഴോ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ, യാത്ര മുടങ്ങിയാലൊക്കെ ആ മഴയെ ശകാരിക്കുന്ന, കുറ്റം പറയുന്ന ആളുകളുണ്ട്. അതിന് ഗൗരവം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല.
ചിലപ്പോൾ യാന്ത്രികമായിട്ട് അങ്ങനെ പറഞ്ഞു പോയിരിക്കും. സഹോദരങ്ങളെ, മഴ നമുക്ക് എത്ര ബുദ്ധിമുട്ട് സൃഷ്ടിച്ചാലും, എത്ര പേരുടെ ജീവൻ പോയാലും, എത്ര പ്രയാസങ്ങൾ വന്നാലും, നിങ്ങൾ കാലത്തെ ഒരിക്കലും കുറ്റം പറയരുതെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മഴ എന്ന അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകുമ്പോൾ വിശ്വാസികളായ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹുമ്മ സയ്യിബൻ നാഫിഅ, അല്ലാഹുവേ ഉപകാരപ്രദമായ മഴ ഞങ്ങൾക്ക് നൽകണേ. ആ മഴ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് മുത്തിർനാ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി, അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ടും കാരുണ്യം കൊണ്ടും ഞങ്ങൾക്ക് മഴ ലഭിച്ചു. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാടെന്ന് പറയുന്നത്. നോക്കൂ, ഒരിക്കൽ ഖുത്ബ നിർവഹിച്ചപ്പോ ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലെ മഴയില്ല, പ്രയാസപ്പെടുന്നുണ്ട്, കഷ്ടപ്പാടുണ്ട്, മഴയ്ക്ക് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ ആ സമൂഹത്തിന് നൽകി, വിട്ടുമാറാത്ത മഴ നൽകി. അടുത്ത ആഴ്ച ആള് പറഞ്ഞു, റസൂലേ ഹലക്കൽ അംവാൽ വൽ മവാശി വസ്സുറൂർ, കൃഷിയും നമ്മുടെ സമ്പാദ്യവും കന്നുകാലികളൊക്കെ നശിച്ചു, ഒരുപാട് മഴ അധികരിച്ചു, അത് നിർത്താൻ വേണ്ടി റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ മഴ കൂടുതൽ അധികരിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അല്ലാഹുമ്മ ഹവാലൈനാ വലാ അലൈനാ, അല്ലാഹുവേ ഞങ്ങളിലേക്ക് ഇപ്പൊ മഴ വേണ്ട. അല്ലാഹുമ്മ ഹവാലൈനാ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലേക്ക് മതി, ഞങ്ങളുടെ മേൽ റബ്ബ് നൽകല്ലേ. എന്നിട്ട് പറഞ്ഞു അല്ലാഹുമ്മ അലൽ ആകാമി വദ്ദിറാബി വബതൂനിൽ ഔദിയതി വമനാബിതി ശജർ, മേച്ചിൽ സ്ഥലങ്ങളിലും കുന്നുകളിലും താഴ്വരകളിലേക്കുമൊക്കെ ആ മഴയെ തിരിച്ചുവിടണേ. അതല്ലാതെ മഴയെ കുറ്റം പറയാനോ മഴയെ ശകാരിക്കാനോ സഹോദരങ്ങളെ നാം നിൽക്കരുത്. അത് പ്രവാചകന്റെ സുന്നത്തിനെതിരാണ്. ആ മഴയെക്കുറിച്ച് 33-34 സ്ഥലങ്ങളിലാണ് ഖുർആൻ വളരെ വിശദമായി നമ്മോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മനുഷ്യ ജീവിതത്തിന്റെ ഉപമ നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ പരലോക ജീവിതത്തിന്റെ ഉപമയാക്കിക്കൊണ്ടൊക്കെ മഴയെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അല്ലാഹു മഴയെ നമ്മിൽ അനുഗ്രഹമാക്കി മാറ്റുമാറാകട്ടെ. മഴ മൂലമുള്ള എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ നാടിനെയും രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് ഇനി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങൾ, അതല്ലെങ്കിൽ നാം നിലകൊള്ളുന്ന ദിവസങ്ങൾ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജയിൽ ആദ്യത്തെ 10 ദിവസം എന്ന് പറയുന്നത്. നമസ്കാരങ്ങളിലൂടെ, നോമ്പിലൂടെ, മറ്റു ഇബാദത്തുകളിലൂടെ നമ്മുടെ രാവിലെയും പകലിനെയും ഒക്കെ നമ്മൾ സജീവമാക്കണം. മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും ദുൽഹിജ്ജ 9 യൗമ അറഫ. വസുഇല അൻ സൗമി യൗമ അറഫ, അറഫ ദിവസത്തെ നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, യുകഫിറു സനതുൽ മാദിയ വൽ ബാഖിയ, കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ വർഷത്തെ പാപം അല്ലാഹു പുറത്തു നൽകിയിട്ടുണ്ട്, പുറത്തു നൽകും. ആ പ്രതിഫലം മനസ്സിലാക്കി നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുക. പിന്നെ അറഫ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയെ കുറിച്ച്, അതല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ കുറിച്ച് സംശയങ്ങൾ തീരാത്തൊരു മേഖലയാണ്. അതായത് പല ആളുകളും പറയും അവനവന്റെ നാട്ടിലെ കാഴ്ചക്കനുസരിച്ചാണ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ, നോമ്പായാലും പെരുന്നാളായാലും അറഫയായാലും. മറ്റൊരു കൂട്ടര് പറയും അത് സൗദി അറേബ്യയിൽ എങ്ങനെയാണോ അവിടെ എന്നാണോ അറഫ, എന്നാണോ പെരുന്നാൾ, എന്നാണോ നോമ്പ്, അതുപോലെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഈ അറഫയുടെ വിഷയത്തിൽ അത് സ്വീകരിക്കുന്ന ആളുകൾ വളരെ വിഡ്ഢിത്തമാണ് ചെയ്യുന്നത്. പറയാതിരിക്കാൻ കഴിയൂല. കാരണം ആ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കണം. അവര് സൗദി അറേബ്യയിൽ ദുൽഹിജ്ജ 9 അറഫ എന്ന് പറയുന്നത് അടുത്ത വ്യാഴാഴ്ചയാണ്, നമുക്ക് വെള്ളിയാഴ്ചയാണ്. അവര് അറഫ ദിവസത്തെ, അന്ന് അറഫയാണെങ്കിൽ ഹാജിമാർ അറഫയിൽ സംഗമിക്കുന്ന ദിവസം അവരിവിടെ നോമ്പ് അനുഷ്ഠിക്കും. പക്ഷെ അവർ വെള്ളിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കൂല. നാട്ടിലുള്ള ആളുകൾ ശനിയാഴ്ച പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ അവരുടെ കൂടെ ആഘോഷിക്കും. അതെന്ത് ന്യായമാണ്? അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ എന്നാണോ മാസം കാണുന്നത്, എന്നാണോ നോമ്പ് അനുഷ്ഠിക്കുന്നത്, എന്നാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത്, എന്നാണോ അറഫ ദിവസം
അനുഷ്ഠിക്കണമെന്ന് പറയുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത്, ആ രാജ്യത്ത് ആ സമയത്ത് അറഫയിൽ ആളുകൾ സംഗമിക്കുമ്പോൾ അതേ സമയം ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് ചിലപ്പോൾ അർദ്ധരാത്രിയായിരിക്കാം, ചിലപ്പോൾ ആ സമയമായിട്ടുണ്ടാവില്ല. അപ്പൊ എങ്ങനെയാണ് ആ ദിവസം അവർ പരിഗണിക്കുക? അതിൽ കൃത്യമായ ദർശനം ഇസ്ലാമിന്റെ ദർശനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ മാസപ്പിറവി അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. അതിന് ഉദാഹരണം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നമുക്ക് പണ്ടത്തെ കാലത്ത് ആളുകളൊക്കെ ഹജ്ജിന് പോയിരുന്നു. അന്ന് വാർത്താ മാധ്യമങ്ങൾ ഇല്ല, തീരെ ഇല്ല. കത്തെഴുതി അങ്ങോട്ട് എത്താൻ തന്നെ ഒരു മാസം കഴിയും. ഹജ്ജിന് പോയി മടങ്ങി വരുന്ന ആളുകൾ 1-2 മാസം കഴിഞ്ഞ് മടങ്ങി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അറിയുള്ളൂ എന്നായിരുന്നു അവിടെ അറഫ എന്നുള്ളത്, അല്ലേ? ഇന്നത്തെ പോലെ വാർത്താ മാധ്യമങ്ങൾ അന്ന് സജീവമല്ല, ലൈവ് വീഡിയോകൾ സജീവമല്ല, അവിടുത്തെ വാർത്തകൾ അറിയാൻ സമയമെടുത്തിരുന്നു. അപ്പൊ അന്ന് എങ്ങനെ നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്തിരുന്നത്? ഇപ്പൊ എവിടുന്നാണ് ഈ ദീന് വന്നത്? നമ്മൾ ശരിക്കും മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലെ മാസപ്പിറവി അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതും സ്വീകരിക്കേണ്ടതും. ഇൻഷാ അല്ലാഹ് അറഫ ദിവസത്തിന്റെ പ്രത്യേകതയെക്കുറിച്ചും അതിൽ പ്രവാചകന്റെ പ്രഭാഷണത്തെക്കുറിച്ചും അതിൽ നിന്ന് നാം ഉൾക്കൊള്ളേണ്ട പാഠത്തെക്കുറിച്ചും എല്ലാം അടുത്ത ഖുതുബയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച നമ്മൾ